everyone, welcome to Krish Talks. അപ്പോൾ നമ്മുടെ റീഡിംഗ് സോൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിൻ്റെ 4th മൊഡ്യൂൾ അവസാനത്തെ മൊഡ്യൂളിൻ്റെ റിവിഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ മുന്നത്തെ 3 മൊഡ്യൂൾസിൻ്റെ റിവിഷൻ്റെ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ 2 മാർക്ക് ഷോർട്ട് എസ്സേ MCQ എല്ലാം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നേക്കാൾ മുമ്പ് ഇതെല്ലാം ഒന്ന് കണ്ടിട്ടില്ല, ഇതൊന്നും കൂടി ഒന്ന് പ്ലേലിസ്റ്റിൽ കയറി ചെക്ക് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ മൊഡ്യൂളിലെ ആദ്യത്തെ പാഠഭാഗമാണ് ബിയോണ്ട് ദി ലാൻഡ് ഓഫ് ഹട്ടാമല എന്ന് പറയുന്നത്. ഇതൊരു നാടകമാണ്. ദ പ്ലേ ബിയോണ്ട് ദി ലാൻഡ് ഓഫ് ഹട്ടാമല ഒറിജിനലി ഹട്ടാമല ഒപ്പാരി വാസ് റിട്ടൺ ഫോർ ദി 3rd തിയേറ്റർ ബൈ ബാദൽ സർക്കാർ. ബാദൽ സർക്കാരിൻ്റെ 3rd തിയേറ്റർ എന്താണ് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഈ ഒരു ചാപ്റ്റർ എടുക്കുന്ന വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു. അത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇതിൽ വരുന്ന 2 പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കേനാറാം ബേജാറാം എന്ന് പറയുന്ന 2 കള്ളന്മാരാണ്. സ്പെല്ലിംഗ് സഹിതം കൃത്യമായിട്ട് പഠിക്കുക. അവർ ഒരു ഒരു സ്ഥലത്ത് മോഷണം ചെയ്തിട്ട് ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അവരുടെ പേഴ്സ്യൂവേഴ്സിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടാണ് അവർ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു സൊസൈറ്റിയിൽ എത്തിപ്പെടുന്നത്. അവിടുത്തെ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് ഉട്ടോപ്യ എന്നാണ്. അപ്പോൾ അവിടേക്ക് ഇവർ എത്തിപ്പെടുന്നു. ദെൻ ഇവർ 2 പേരും മെറ്റീരിയലിസ്റ്റിക് വേൾഡിൻ്റെ പ്രതിനിധികളായിട്ടാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. കേന ഇൻ ബംഗാളി മീൻസ് ബൈ ആൻഡ് ബേച്ച മീൻസ് സെൽ എന്നുള്ള അർത്ഥമാണ് എന്നുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഇവർ പുതിയൊരു നാട്ടിലേക്ക് എത്തിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിൽ കാണാനായിട്ടുള്ളത്. സോ ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഒരു ഡോക്ടർ വരുന്നുണ്ട്, ഉട്ടോപ്യ എന്ന് പറയുന്ന നാട്ടിലെ ക്യാരക്ടർ വരുന്നുണ്ട്, യങ്ങർ തീഫായിട്ടുള്ള ബേജാറാം, ഓൾഡർ തീഫായിട്ടുള്ള കേനാറാം, ഇങ്ങനെയുള്ളവരാണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്ന ആളുകൾ. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ കഥയിലേക്ക് കടക്കുന്ന സമയത്ത് ഇവർ 2 പേരും ഒരു വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്ഥലത്തെത്തുന്നു. ഒരു നാടാണ് ഉട്ടോപ്യ എന്ന് പറയുന്നത്. അവിടെയാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ. ആ ഒരു നാടിന് ഉട്ടോപ്യയിലത്തെ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവ്രി വൺ വർക്ക്സ് ടുഗെദർ, എല്ലാവരും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. എവ്രി വൺ വർക്ക്സ് ടുഗെദർ എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഇല്ല. അങ്ങനെ ആർക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കാര്യങ്ങളില്ല, എല്ലാം പബ്ലിക് പ്രോപ്പർട്ടിയാണ്. അതേപോലെ അവർ പറയുന്നുണ്ട് മണി എന്ന് പറയുന്ന വേർഡ്, ക്യാഷ് എന്ന് പറയുന്ന വേർഡ്, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന വേർഡ്, അതേപോലെ ഡഞ്ചിയൻ എന്നുള്ള തടവിന് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഡഞ്ചിയൻ എന്നുള്ള വേർഡ് ഇതൊന്നും അവർ കേട്ടിട്ടേ ഇല്ല അവിടുത്തെ ആളുകൾ. അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളവരൊക്കെ. ദെൻ അവരൊരിക്കലും നെവർ സ്റ്റീൽ, അവരൊരിക്കലും മോഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തീവ്സ് എന്ന് പറഞ്ഞാൽ അറിയില്ല, പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയില്ല. അതേപോലെ തന്നെ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഗോൾഡ് ആൻഡ് സിൽവർ ഒന്നും അവർക്ക് യാതൊരു താല്പര്യമില്ല. അവർ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് ആണ് അവർ പ്രിഫർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ആ നാട്ടിലുള്ള ആളുകളെ കുറിച്ചുള്ള ലൈൻസ് ആണ് കേട്ടോ. അതേപോലെ തന്നെ അവർ മാർക്കറ്റ് സെല്ലിങ്, പ്രൈസ് ഇതൊന്നും അവർ കേട്ടിട്ടില്ല. ആ ഒരു കോൺസെപ്റ്റ്സ് ഒന്നും അവിടെ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. അതേപോലെ അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഹൂ എവർ നീഡ്സ് ഇറ്റ് ഹി ക്യാൻ ഗെറ്റ് വാട്ട് എവർ ഹി നീഡ്സ്. അതായത് അവിടെ ആർക്കൊക്കെ എന്തൊക്കെ വേണം അതൊക്കെ അവർക്ക് അവിടെ നിന്ന് ലഭിക്കും എന്നുള്ളൊരു കാര്യമാണ്. 1 ക്യാൻ കളക്ട് അക്കോർഡിംഗ് ടു വൺസ് നീഡ്. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല ലൈൻസ് ആണ്. 1 ക്യാൻ കളക്ട് according to one's need. ഇതൊക്കെ നല്ല ലൈൻസ് ആണ്. ഒന്ന് നിങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കുക എവിടെയെങ്കിലും. ദെൻ അവിടെ നമ്മുടെ കേനാറാമും ബേജാറാമും പറയുന്നുണ്ട്, മൈ ഗോഡ് വി ഹാവ് കം ടു എ കൺട്രി ഓഫ് ഇഡിയറ്റ്സ്. ഞങ്ങൾ ഇഡിയറ്റ്സിൻ്റെ കൺട്രിയിലേക്കാണോ വന്നിരിക്കുന്നത്, ഇവിടെ ആർക്കും ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ
ദ ഉട്ടോപ്പിയ ഡസ് നോട്ട് ഹാവ് ദ സിസ്റ്റം ഓഫ് മിസ്ട്രസ്റ്റ്. അവിടെ എന്താ പറയുക, മിസ്ട്രസ്റ്റ് എന്നുള്ള സംഭവം ഇല്ല, അതായത് വിശ്വാസമില്ലായ്മ, ഇത് അവിടെ ഇല്ല. അവർക്ക് എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവർ ഡോക്ടറിൻ്റെ എന്താ പറയുക, ആ ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ജാക്ക് ഫ്രൂട്ട് എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടുത്തെ ആൾക്കാർ പറയുന്നതാണ്, ദേ സേ ജാക്ക് ഫ്രൂട്ട് ഗ്രോസ് ഓൺ ട്രീസ്, എവ്രി വൺ ഈറ്റ്സ് ദം. ആർക്ക് വേണമെങ്കിലും ജാക്ക് ഫ്രൂട്ട് കഴിക്കാമല്ലോ, അത് ആരുടെയും സ്വത്തൊന്നുമല്ലല്ലോ. ദെൻ ഓർണമെന്റ്സ് ആണെങ്കിൽ എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്, പ്രൊവൈഡഡ് ദാറ്റ് ദേ ഷുഡ് റിട്ടേൺ ഇറ്റ്. അതേപോലെ തന്നെ ആളുകൾക്ക് അത് റിട്ടേൺ ചെയ്ത് നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. ദെൻ ഡോക്ടറാണ് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇവർ എന്താ പറയുക, മോഷ്ടിക്കാൻ ായിട്ട് ഹോൾ ഇടുന്ന സമയത്ത് ആർക്കിടെക്ട്സ് ആണെന്നാണ് അവിടെയുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പൊ അത്രയും ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് ഇവർ എത്തിപ്പെടുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സൊസൈറ്റിന്റെ പ്രത്യേകതകൾ നമുക്ക് ചോദിക്കാം. ദെൻ എന്തുകൊണ്ടാണ് കെനാറാമും ബേജാറാമും റിവറിലേക്ക് ചാടിയത്? ഇതാന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്ന ചോദ്യം. ദെൻ അവിടെ ഉട്ടോപ്പിയയിലെ ആളുകൾ പേ ക്യാഷ് എന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ അവർക്ക് സർപ്രൈസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഡഞ്ചി എന്നുള്ള വേർഡ്, പോലീസ് സ്റ്റേഷൻ എന്നുള്ള വേർഡ് ഒന്നും അവർ കേട്ടിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന്, പിന്നെ അവരുടെ ക്യാരക്ടർ തന്നെ അവസാനം മാറിയില്ലേ. അവർ കള്ളന്മാരായിരുന്നവർ പണിയെടുത്ത് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അതാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് അതിലെല്ലാം പഠിക്കുക. നമ്മുടെ ഉട്ടോപ്പിയ എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് ചോദിച്ചേക്കാം, അവർക്ക് വന്ന മാറ്റത്തെക്കുറിച്ച് ചോദിച്ചേക്കാം, ബാദൽ സർക്കാരിൻ്റെ തേർഡ് തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് ചോദിച്ചേക്കാം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി അടുത്ത ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ബേണിംഗ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം. ആ ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത് ശകുന്തള മിശ്ര എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്, പ്രീത എന്ന് പറയുന്ന ക്യാരക്ടർ വരുന്നുണ്ട്. ദെൻ ഇതൊരു ഷോർട്ട് ഫിലിമാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. 17.34 ഒരു 17 മിനിറ്റിൻ്റെ ഒരു ഫിലിമാണ് അത്, ഷോർട്ട് ഫിലിമാണ്. അവാർഡ് വിന്നിങ് 2018 അവാർഡ് വിന്നിങ് ഷോർട്ട് ഫിലിമാണ്. പെട്രിയാർക്കി സൊസൈറ്റി, കാസ്റ്റ്, ക്ലാസ് ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സൊസൈറ്റിയാണ് അല്ലേ. ഇവിടെ 2 സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുന്നു, 2 ഡിഫറെൻറ്റ് സോഷ്യൽ സ്ട്രാറ്റ. ഒരാൾ അപ്പർ ആണെങ്കിൽ മറ്റൊരാൾ ലോവറാണ്. അപ്പോൾ അതിൽ 2 പേരുടെയും ആൺമക്കൾ മരണപ്പെട്ടിട്ടുള്ള ഒരു ദുഃഖത്തിലാണ്, തിരോധാനം അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തിലാണ് 2 അമ്മമാരും. നൗ ദേ ഹാവ് ടു നെഗോഷിയേറ്റ് ഓവർ ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് വൺ സൺ. ദ ഷോർട്ട് ഫിലിം നെവർ ഡിസ്ക്ലോസസ് ദ റീസൺ ബിഹൈൻഡ് ദ നെഗോഷിയേഷൻ. അപ്പോൾ ഇതിൽ റീസൺ കാര്യങ്ങളൊന്നും കൃത്യമായിട്ടൊന്നും തുറന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം അല്ല കേട്ടോ. ഇത് പലതും സൈലൻസ് ആണ്. നമ്മൾ ഈ ഷോർട്ട് ഫിലിം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു വാരണാസിയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ് നമുക്ക് സീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഇനി നമ്മുടെ കഥ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇതിൽ പ്രീത എന്ന് പറയുന്ന ഒരു ലോവർ ക്ലാസ്സിൽ വരുന്ന ഒരു സ്ത്രീയാണ് പ്രീതയുടെ മകൻ്റെ പേരാണ് ചാന്ദ് എന്ന് പറയുന്നത്. മകൻ മുങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഈ ഒരു മകൻ മരിക്കുന്നു, ചാന്ദ് എന്ന് പറയുന്ന മകൻ മരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ശകുന്തള മിശ്രയുടെ മകനും മരണപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ശകുന്തള മിശ്രയുടെ മകൻ്റെ ഡെഡ് ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ശകുന്തള മിശ്ര ആണെങ്കിൽ വെൽത്തി ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ശകുന്തള മിശ്രയുടെ സണ്ണിൻ്റെ ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അവർക്ക് ബോഡി കിട്ടിയാലേ എന്താണ് അതിൻ്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവർ വെൽത്തി ഫാമിലി ആയതുകൊണ്ട് തന്നെ ഇവർ വിചാരിക്കുന്ന കാര്യം പണം കൊടുത്ത് എന്തും നേടാന്നാണ്. അപ്പോൾ പണം കൊടുത്ത് നമ്മുടെ പ്രീതയുടെ മകൻ്റെ, അതായത് ചാന്ദിൻ്റെ ഡെഡ് ബോഡി പണം കൊടുത്ത് വാങ്ങാനാണ് ശകുന്തള മിശ്ര വന്നിരിക്കുന്നത്. ഒട്ടും താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ഫാമിലി നിർബന്ധിച്ചത് കൊണ്ടാണ് ശകുന്തള മിശ്ര വന്നിരിക്കുന്നത്. പ്രീതയാണെങ്കിൽ അത് കൊടുക്കാനായിട്ട്, ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും മകനാണ്. അപ്പോൾ പൈസ ഇല്ലെങ്കിലും മകൻ്റെ ഡെഡ് ബോഡി എങ്കിലും കൃത്യമായിട്ട് അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മയാണ് പ്രീത. അതിൽ വേദനിക്കുന്ന ഒരു അമ്മയാണ്. പക്ഷേ ഇവർ 2 പേരും സംസാരിച്ച് വന്നപ്പോൾ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും കണക്റ്റ് ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ 2 പേരുടെയും ക്യാരക്ടർ സ്കെച്ച് സെപ്പറേറ്റ് നമ്മളോട് ചോദിക്കാം. ശകുന്തളയാണെങ്കിൽ വളരെ യങ് ആയിരുന്നപ്പോൾ തന്നെ ഒത്തിരി ആഗ്രഹങ്ങളുമായിട്ട് വളർന്നിരുന്ന ഒരു പെൺകുട്ടിയാണ്. ഹോക്കി പ്ലെയർ ആയിരുന്നു. ആ ഒരു നേഷന് വേണ്ടി കളിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ്. പക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഡ്രീംസ് എല്ലാം തന്നെ ഇല്ലാതായി. ദെൻ പ്രീതയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹാപ്പി ലൈഫ് ആയിരുന്നില്ല.
ഒരു വില്ലേജ് വാഷർമാൻ ആയിട്ട് പ്രണയത്തിലാകുന്നു. ആളൊരു പോയറ്റ് ആയിരുന്നു. ദെൻ ആളെ കല്യാണം കഴിച്ചു. പക്ഷെ ഡിഫറെൻറ്റ് കാസ്റ്റ് ആയതുകൊണ്ട് തന്നെ പ്രീതയുടെ പാരൻസിനെ ആ ഒരു കമ്മ്യൂണിറ്റി കൊല്ലുന്നുണ്ട്, ആ ഒരു നാടിനെ തന്നെ കത്തിച്ചു കളയുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവർ രക്ഷപ്പെട്ട് ഇപ്പോൾ ഈ വാരണാസിയിൽ വന്ന് താമസിച്ചു. പക്ഷേ അവളുടെ ഭർത്താവ് ഈ ഡെഡ് ബോഡീസിൽ നിന്നും വാല്യുബിൾ മെറ്റീരിയൽസ് ആളുകൾ മോഷ്ടിക്കുന്നത് കണ്ടിട്ട് അതിനെതിരെ ഒരു കവിത എഴുതിയത് കൊണ്ട് റിച്ച് പീപ്പിള് അദ്ദേഹത്തിൻ്റെ കഴുത്തറുത്ത്, സ്ലിറ്റ് ഹിസ് ത്രോട്ട്, കഴുത്തറുത്ത് നമ്മുടെ പ്രീതയുടെ ഭർത്താവിനെ കൊല്ലുകയാണ് ഉണ്ടായത്. അപ്പോൾ രണ്ടുപേരുടെയും വളരെ മിസറബിൾ ആയിട്ടുള്ള ലൈഫാണ്. ശകുന്തള മിശ്രയുടെ ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്രീതയുടെ ആണെങ്കിലും. ശകുന്തള പറയുമ്പോൾ വെൽത്തി ഫാമിലിയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങൾ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ശകുന്തള സീസ് ദാറ്റ് ദ പീപ്പിൾ ഫ്രം ദിയർ ക്ലാസ് ബിലീവ് മണി ക്യാൻ ബൈ എനിത്തിങ്. നമ്മുടെ വെൽത്തി ഫാമിലിയിലുള്ള ശകുന്തളയുടെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? മണി ക്യാൻ ബൈ എനിത്തിങ്, ബി ഇറ്റ് ലവ്, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ് എല്ലാം പണം കൊടുത്ത് വാങ്ങാം എന്നാണ് പറയുന്നത്. അപ്പം വിചാരിക്കുന്നത്, അപ്പം രണ്ട് കൂട്ടരും പ്രീതയാണെങ്കിലും ശകുന്തളയാണെങ്കിലും പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊരു ബോണ്ട്, ഒരു സിസ്റ്റർഹുഡ് രീതിയിലൊരു ബോണ്ട് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആവുകയാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ശകുന്തള മിശ്ര പറയും, മകൻ്റെ ഡെഡ് ബോഡി നീ തന്നെ നിൻ്റെ കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ, ഞാനത് കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ശകുന്തള തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഷോർട്ട് ഫിലിം കേട്ടോ. അപ്പോൾ ഇതിൽ എന്താ പറയുക, ഒരു സൊസൈറ്റി റിച്ച് പുവർ എന്നുള്ള രീതിക്കുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ കാര്യങ്ങൾ, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇവരുടെ രണ്ടുപേരുടെയും ഫാമിലിയിലത്തെ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശകുന്തളയുടെ മകൻ്റെ പേരാണ് പൂരൻ. പൂരനാണ് മുങ്ങി മരിക്കുന്നത്, അതുകൊണ്ടാണ് ഡെഡ് ബോഡി കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ആ ആൾക്കാരുടെ പേര് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ടൈറ്റിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബേണിംഗ്, രണ്ട് അമ്മമാരുടെയും ആൺമക്കൾ മരണപ്പെട്ടു, അതിൻ്റെ ദുഃഖം, ആ ഒരു കണ്ണിലിരിക്കുന്ന ആ ഒരു സോറോ, ആ ഒരു ദുഃഖത്തെക്കുറിച്ച് നമുക്ക് ടൈറ്റിലായിട്ട് കണക്ട് ചെയ്യാം ബേണിങ്. അല്ലെങ്കിൽ ഡെഡ് ബോഡി ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശകുന്തള മിശ്ര വന്നിരിക്കുന്നത്, അപ്പോൾ അതും നമുക്ക് കണക്ട് ചെയ്ത് പറയാവുന്നതാണ്. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഡേ ആഫ്റ്റർ എവ്രി ഡേ എന്നുള്ളതാണ്. ഇത് ഒരു ഷോർട്ട് ഫിലിം, ഹിന്ദി ഷോർട്ട് ഫിലിം തന്നെയാണ്. 2013 ഇത് ഇറങ്ങുന്നത്. ഒരു വിമൻ സെൻട്രിക് ഫിലിമാണ്, 3 സ്ത്രീകളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ, ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഇതിൽ 3 സ്ത്രീകൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ തൊട്ട് അവർ ജോലി സ്ഥലത്ത് എത്തുന്നു, ബസ്സിൽ വെച്ചിട്ടായാലും തിരിച്ചു വരുന്ന വഴിക്കായാലും പുരുഷന്മാരിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള രീതിക്കുള്ള അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ഹസ്ബൻഡ്, മദർ ഇൻ ലോ ഇവരുടെ ഭാഗത്തുനിന്നും ഒത്തിരി ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. ഈ ഷോർട്ട് ഫിലിംസ് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടോളൂ കേട്ടോ. അങ്ങനെ അവർ വീട്ടിൽ നിന്ന് പുറത്ത് ഇറങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, അവരുടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളായിക്കോട്ടെ, ഇവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരികയാണ്. ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. ദെൻ അവർ ഒരു ദിവസം ദീദി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്ത് പോയിട്ട് മാർഷൽ ആർട്സ് പഠിക്കുന്നു. അങ്ങനെ ഇവർ ജോലിക്ക് പോയിട്ട്, ഇതൊരു ദിവസം നടക്കുന്ന കഥയാണ്. അങ്ങനെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് കുറച്ച് പുരുഷന്മാർ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ ദിവസം ഇവർ പഠിച്ച മാർഷൽ ആർട്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ മേത്തെടുക്കാണ്, ഫൈറ്റ് ചെയ്യുന്നു. ഒത്തിരി വലിയ ഫൈറ്റ് അല്ലെങ്കിലും അവരെ കൊണ്ട് അറിയാവുന്ന രീതിക്ക് അവർ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഭർത്താവിന് വേണ്ടി ചായ ഇട്ട് കൊടുക്കുന്ന ഒരു ചേച്ചിയുടെ ഒരു രംഗമാണ് കാണിക്കുന്നതെങ്കിൽ അവസാന രംഗത്ത് അതേ ഭർത്താവ് കിച്ചണിൽ കയറിയിട്ട് ചായക്ക് എത്ര പഞ്ചസാര ഇടണം എന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ ആ ഒരൊറ്റൊരു ദിവസം കൊണ്ട് പെൺകുട്ടികൾ റിയാക്ട് ചെയ്ത ആ ഒരൊറ്റ ദിവസം കൊണ്ട് വന്ന ചേഞ്ചാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് കാര്യമില്ല, സൗണ്ട് ഉയർത്തണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളായിട്ട് ഇത് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അത് കൃത്യമായിട്ട് പഠിക്കും. ഇതിൽ ലാസ്റ്റ് ഇയർ ചോദിച്ചിരുന്ന ചോദ്യം ബസ്സിൽ വെച്ചുണ്ടായ ഒരു പ്രശ്നമാണ് ചോദിച്ചിരുന്നത് കേട്ടോ. ഒരാൾ അസൾട്ട് ചെയ്തു, ആ ഒരു പെൺകുട്ടി തിരിച്ചും ആളെ ഉപദ്രവിക്കുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ആൻ എക്സെപ്റ്റ് ഫ്രം അഭിജ്ഞാന ശാകുന്തളമാണ്. നമ്മുടെ അഭിജ്ഞാന ശാകുന്തളം, ദുഷ്യന്തൻ ശകുന്തളയുടെ ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ശകുന്തള എന്താണ്, കണ്ണു മഹർഷി വളർത്തച്ഛനാണ്, കണ്ണു മഹർഷിയുടെ അടുത്തുനിന്ന് ദുഷ്യന്തൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു രംഗമാണ്. അപ്പോൾ ആ ഒരു മുഴുവൻ ഹെർമിറ്റേജ് എന്ന് പറയുമ്പോൾ ആശ്രമം
അതേപോലെ തന്നെ നേച്ചർ മുഴുവൻ അവൾക്ക് വേണ്ടി യാത്ര പറയുന്ന ഒരു ഫ്ലോറ ആൻഡ് ഫ്യൂണ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ജീവജാലങ്ങളും അവൾക്ക് വേണ്ടി ബിഡിങ് ഫെയർവെൽ യാത്രയയപ്പ് നടത്തുന്ന ഒരു രംഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു നേച്ചർ മുഴുവൻ അവൾക്ക് വേണ്ടി അവിടെ യാത്രയയപ്പ് നടത്തുകയാണ്. അവിടുത്തെ എന്താ പറയുക, കുറച്ച് ആളുകളുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ മാധവി എന്നുള്ളത് ഒരു ജാസ്മിൻ ഫ്ലവറാണ്, ജാസ്മിൻ ചെടിയാണ്. അപ്പോൾ ആ ഒരു മാധവീനെ മാംഗോ ട്രീൻ്റെ അടുത്ത് വെക്കാനാണ് കണ്ണു മഹർഷി പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം. പിന്നെ അതേപോലെ തന്നെ പ്രിയംവദ അനസൂയാണ് ബെസ്റ്റ് ഫ്രണ്ട്സ്, അവരുടെ വിഷമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഒരു ലിറ്റിൽ ഫോൺ ഉണ്ടായിരുന്നു, ഒരു മാൻകുട്ടി, അവൾ വളർത്തിയതാണ്, അഡോപ്റ്റഡ് സൺ ഓഫ് ശകുന്തള. അപ്പോൾ അതിൻ്റെ വിഷമത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പേരുടെ വിഷമങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ അവർ എക്സാമ്പിൾസ് ഓഫ് ഹോളി ഗ്രോവ് ഗ്രീവിങ്, അവരുടെ ആ ഒരു ആശ്രമം മുഴുവൻ സങ്കടത്തിലാണ് എന്നറിയിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാൻപേട പുല്ല് വായിൽ നിന്നും പുറത്തേക്ക് എറിയുന്നത്, പീക്കോക്ക് ഡാൻസിങ് നിർത്തി, ഇലകൾ പൊഴിയുന്നൊരു രംഗം, അതേപോലെ തന്നെ എല്ലാവരും ദുഃഖിക്കുന്നൊരു രംഗം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിൽ പിന്നെ ഒരു കിളീനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ആ ഒരു ചാപ്റ്ററിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ശകുന്തളയുടെ ഫെയർവെല്ലിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മുടെ 4th ചാപ്റ്ററിൽ വരുന്ന കാര്യം. മാധവിയും ശകുന്തളയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചോദിക്കാം. മാധവി എന്ന് പറയുന്നത് ഒരു സിസ്റ്ററാണ് കേട്ടോ. സിസ്റ്റർ എന്ന് വെച്ചാൽ ജാസ്മിൻ തന്നെയാണ്. മാധവിയും നമ്മുടെ ശകുന്തളയുമായിട്ട് ഒരു സിസ്റ്റർ റിലേഷൻഷിപ്പാണ് കേട്ടോ. മാധവി ജാസ്മിൻ പ്ലാന്റ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റർ റിലേഷൻഷിപ്പാണ് രണ്ടുപേരും തമ്മിലുള്ളത്. ദെൻ ഇതിൽ അവർ നമ്മുടെ നേച്ചർ എങ്ങനെയാണ് ശകുന്തളയ്ക്ക് ഫെയർവെൽ ഒരുക്കുന്നത് എന്ന് പറയാം. അതേപോലെ നമ്മുടെ ലിറ്റിൽ ഫോണും ശകുന്തളയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു മാൻകുട്ടിയുടെ അമ്മ മരിച്ച സമയത്ത് മാൻകുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്തതും വളർത്തിയതും എല്ലാം ആ ഒരു ഗ്രാസ് കൊടുത്തതൊക്കെ നമ്മുടെ ശകുന്തളയാണ്. അപ്പോൾ അത്രയും ഒരു അഡോപ്റ്റഡ് സൺ എന്നുള്ള ഒരു റിലേഷൻഷിപ്പാണ് ശകുന്തളയും ലിറ്റിൽ ഫോണും തമ്മിലുള്ളത്. പിന്നെ ആ ഒരു ഹോളി ഗ്രോവ് മുഴുവനുമായിട്ടും എങ്ങനെയാണ് ശകുന്തളയുടെ ഒപ്പം നിൽക്കുന്നത്, പ്രത്യേകിച്ച് അനസൂയ, പ്രിയംവദ, കണ്ണു മഹർഷി, ഈ മാധവി, ജാസ്മിൻ പ്ലാന്റ് ആണ് മാധവി, ലിറ്റിൽ ഫോൺ, ഇതിനെല്ലാം കാര്യങ്ങൾ നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു 4th മൊഡ്യൂളിനെ കുറിച്ച്. അപ്പോൾ ഇതിനുള്ള മുന്നിട്ട് നമ്മൾ 3 മൊഡ്യൂൾസും കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക. എൻ്റെ സൗണ്ടൊക്കെ പോയി. അപ്പോൾ നമ്മുടെ മൊത്തം റീഡിങ്സ് ആണ് ഹിന്ദി ലിറ്ററേച്ചർസ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി ഒന്നും ഇടാനില്ല. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ വീഡിയോസും കണ്ടു പഠിക്കുക. നമുക്ക് നാളെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് പേപ്പർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ എക്സാം എഴുതുക. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.